നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ ദേവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നർക്ക്. നിലവിലെ ചാമ്പ്യൻ കാർലോസ് അൽക്കരാസിനെ 4 സെറ്റ് നീണ്ട പോരാട്ടത്തിൽ തോൽപ്പിച്ചു. സിന്നറിന്റെ വിംബിൾഡണിലെ ആദ്യത്തെയും ആകെ 4ാമത്തെയും ഗ്രാൻഡ് സ്ലാം കിരീട നേട്ടമാണിത്. ഗൂഗിൾ ലോക ടെന്നീസിലെ ഏറ്റവും മികവുറ്റ പുതിയ കാലഘട്ടത്തിലെ ഏറ്റവും പുതിയ 2 താരങ്ങൾ അവരുടെ നേർക്കുനേർ വരുമ്പോൾ തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ആരാധകർക്ക് വലിയൊരു വിരുന്നാണ് ഉണ്ടായിരുന്നത്. അതുതന്നെയാണ് ഇന്ന് സെൻറ്റർ കോർട്ടിലും കാണാൻ സാധിച്ചിട്ടുള്ളത്. നിലവിലെ ചാമ്പ്യൻ, കഴിഞ്ഞ 2 തവണത്തെയും ചാമ്പ്യൻ കാർലോസ് അൽക്കാരസ് ഹാട്രിക് കിരീടം ലക്ഷ്യമിട്ടാണ് എത്തിയത്. കഴിഞ്ഞ ഫ്രഞ്ച് ഓപ്പണിൽ ജയിച്ചതോടുകൂടി അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ ഒന്നുകൂടി കൂടുതലായിരുന്നു. ഇന്ന് യാനിക് സിന്നറെ സമീപകാലത്ത് നേരിട്ട മത്സരങ്ങളിലൊക്കെ തന്നെ ജയിച്ചതിൻ്റെ കരുത്തുമായി എത്തിയ കാർലോസ് അൽക്കാരസ് ഇന്നും അടിച്ചിടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. ആദ്യ സെറ്റ് 6-4 ജയിച്ചതോടുകൂടി അത് ഒന്നുകൂടി ഉറപ്പിക്കുന്ന ഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ യാനിക് സിന്നറുടെ തകർപ്പൻ തിരിച്ചുവരവാണ് പിന്നീട് സെൻറ്റർ കോർട്ട് കണ്ടത്. തുടർച്ചയായി 3 സെറ്റുകൾ ജയിച്ചുകൊണ്ട് അങ്ങനെ യാനിക് സിന്നർ തൻ്റെ കരിയറിലെ ആദ്യ വിംബിൾഡൺ കിരീടം സ്വന്തമാക്കി. കരിയറിലെ ആകെ 4ാം ഗ്രാൻഡ് സ്ലാം കിരീടം കൂടി സ്വന്തമാക്കുകയും ചെയ്തു. ഫ്രഞ്ച് ഓപ്പണിലെ തോൽവിക്ക് കണക്ക് തീർക്കാൻ കൂടി ഇറ്റാലിയൻ താരത്തിനായി. ഇതോടുകൂടി വിംബിൾഡൺ സിംഗിൾസ് കിരീടം നേടുന്ന ആദ്യ ഇറ്റാലിയൻ താരമെന്ന നേട്ടം കൂടി യാനിക് സിന്നർ സ്വന്തമാക്കിയിരിക്കുകയാണ്. ആദ്യ സെറ്റ് 6-4 നഷ്ടമായെങ്കിലും പിന്നീടുള്ള 3 സെറ്റ് ഇതേ സ്കോറിൽ 6-4 എന്ന സ്കോറിനാണ് സിന്നർ സ്വന്തമാക്കിയത്. എന്തായാലും അങ്ങനെ വിംബിൾഡണിൽ കൂടി ചാമ്പ്യനായി മാറിയിരിക്കുകയാണ് നിലവിലെ ലോക 1ാം നമ്പർ താരം. ശരി, അനിൽ വാസുദേവാണ് വിവരം നൽകിയ സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. അങ്ങനെ അജയൻ അൽക്കരാസ് എന്ന ടാഗ്ലൈൻ കൂടി ഒരു ബ്രേക്ക് ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ സിന്നർ ഈ കിരീട നേട്ടം, അത് വിംബിൾഡണിലെ ആദ്യ സിംഗിൾസ് കിരീടം സ്വന്തമാക്കിയിരിക്കുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. യമനിലെ പ്രധാന സൂഫി പണ്ഡിതനായ ഉമർ ബിൻ ഫഖ്ലീൻ മുഖേനയാണ് നിർണായക ഇടപെടൽ. ദയാധനം നൽകി പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമമെന്ന് മർക്കസ് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. യമൻ ഭരണകൂടവുമായും തലാലിന്റെ കുടുംബവുമായും ബന്ധപ്പെട്ടുവെന്നും വിവരമുണ്ട്. നിമിഷപ്രിയയുടെ മോചന വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി കത്തയച്ചു. നിമിഷയുടെ ജീവൻ രക്ഷിക്കാൻ ഇടപെടണമെന്നും മുഖ്യമന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ ശിക്ഷ നടപ്പാക്കുന്നതിൽ ഇളവ് തേടി യമൻ പ്രോസിക്യൂട്ടർക്ക് അപേക്ഷ നൽകി അമ്മ പ്രേമകുമാരി. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും. വധശിക്ഷ നടപ്പാക്കാൻ 3 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി അപേക്ഷ നൽകിയത്. വധശിക്ഷ ഈ മാസം 16-ന് നടപ്പാക്കരുതെന്നും ദയാധനം സംബന്ധിച്ച ചർച്ചകൾ നടക്കുകയാണെന്നും പ്രേമകുമാരി യമൻ പ്രോസിക്യൂട്ടർക്ക് നൽകിയ അപേക്ഷയിൽ പറയുന്നു. സനയിലെ ജയിലിലെത്തി നിമിഷപ്രിയയെ കാണാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. നിമിഷപ്രിയയുടെ മോചനത്തിനായി അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും. കേസിൽ ഇതുവരെ സ്വീകരിച്ച നടപടികൾ ഉൾപ്പെടുത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. കേസിന്റെ അടിയന്തര സ്വഭാവം പരിഗണിച്ച് അഡ്വക്കേറ്റ് രാജ് ബഹദൂർ യാദവ് കേന്ദ്ര സർക്കാരിന് വേണ്ടി വക്കാലത്ത് സമർപ്പിച്ചു. നിമിഷപ്രിയയുടെ മോചനം എത്രയും വേഗം സാധ്യമാക്കാനുള്ള വഴികൾ തേടുകയാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ. വിനീത VG 24 ഡൽഹി. ഷാർജയിൽ ഭർതൃപീഡനത്തെ തുടർന്ന് ജീവനൊടുക്കിയ വിഭജിക വർഷങ്ങളായി സ്ത്രീധന പീഡനം നേരിട്ടതിന്റെ തെളിവുകൾ 24-ന്. വിവാഹത്തിന് മുൻപ് തന്നെ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ടായിരുന്നുവെന്നും ഓഡിയോ സന്ദേശത്തിൽ വ്യക്തമാണ്. വിഭജികയുടെയും കുഞ്ഞിന്റെയും മരണത്തിൽ കേസെടുക്കാനൊരുങ്ങുകയാണ് കേരള പോലീസ്. വർഷങ്ങളായി വിഭജിക ഭർത്താവിൽ നിന്ന് പീഡനം നേരിട്ടിരുന്നു. വിവാഹത്തിന് മുൻപ് തന്നെ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ടായി. 2022 മുതൽ വിവാഹമോചനത്തിന് ശ്രമിച്ചിരുന്നു തുടങ്ങിയ വിവരങ്ങൾ ഉൾപ്പെടുന്ന നിർണായക വിവരമാണ് ഓഡിയോ സന്ദേശത്തിലുള്ളത്. കാര്യമൊന്നുമില്ല. സംഭവം എന്ന് വെച്ചാൽ 2.5 ലക്ഷം രൂപ എൻ്റെ വീട്ടിൽ നിന്നിട്ടന്നെ ഉണ്ടായിരുന്നു. അതോടെ വീട്ടുകാരുടെ ഇത് തീർന്നു. സ്വർണവും അതും കൂടെ തന്നത്. അപ്പോൾ എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടായിരുന്നല്ലോ, അതിന് 1.25 ലക്ഷം രൂപ ഇപ്പോൾ അടയ്ക്കണമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, അത് അടച്ചിട്ട്, കാരണം എനിക്ക് ജോലിയില്ല, അപ്പം എനിക്കുള്ള മുതലിൽ നിന്ന് അടയ്ക്കാൻ പറ്റും. എനിക്ക് അവൻ്റെ നിന്നോ അവൻ്റെ അച്ഛനെ സമ്പാദിച്ചത് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. വിവാഹ സമയത്ത് വീട്ടുകാർ സ്വർണത്തിന് പുറമെ 2.5 ലക്ഷം രൂപ വിഭജികയ്ക്ക് പണമായി നൽകി. അതിൽ നിന്നും സ്വന്തം വിദ്യാഭ്യാസ ലോണിന്റെ തുക അടയ്ക്കാൻ പറഞ്ഞത് തർക്കത്തിലേക്ക് നയിച്ചു. ദാമ്പത്യ പ്രശ്നങ്ങൾ പുറത്തറിയിച്ചതിൽ ഭർത്താവ് നിതീഷിനോട് വിഭജികയ്ക്ക് വിയോജിപ്പുണ്ടായിരുന്നു. വിവാഹമോചനത്തിനെക്കുറിച്ച് വീട്ടുകാർ തമ്മിൽ സംസാരിച്ചിരുന്നുവെന്നും ശബ്ദ സന്ദേശത്തിലുണ്ട്. അതേസമയം ഇരുവരുടെയും മരണത്തിൽ കേസെടുക്കാനൊരുങ്ങുകയാണ് കേരള പോലീസ്. വിഭജികയുടെ മാതാവ് ശൈലജയുടെ പരാതിയിലാണ് കുണ്ടറ പോലീസ് കേസെടുക്കുക. ഇന്ന് തന്നെ ശൈലജയുടെ മൊഴിയെടുക്കുമെന്നാണ് വിവരം. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യൻ എംബസി, കേന്ദ്ര വിദേശകാര്യമന്ത്രി, മുഖ്യമന്ത്രി തുടങ്ങിയവർക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ഗസയിൽ വീണ്ടും ഇസ്രയേൽ വ്യോമാക്രമണം.
കുടിവെള്ളത്തിനായി കാത്തുനിന്ന 6 കുട്ടികൾ ഉൾപ്പെടെ 50ഓളം പേർ കൊല്ലപ്പെട്ടതായി ഗസ സിവിൽ ഡിഫൻസ് ഏജൻസി. പരുക്കേറ്റ നിരവധി പേരെ നുസേറത്തിലെ അലാദ ആശുപത്രിയിൽ എത്തിച്ചു. ഇതിൽ 7 കുട്ടികളുമുണ്ട്. കുടിവെള്ളമെടുക്കാൻ ക്യാനുകളുമായി ക്യൂ നിന്നവർക്ക് നേരെയാണ് മിസൈൽ ആക്രമണമുണ്ടായത്. അഭയാർത്ഥി ക്യാമ്പിനടുത്തുള്ള കുടിവെള്ള ടാങ്കറിൽ നിന്ന് വെള്ളമെടുക്കാനെത്തിയവരാണ് കൊല്ലപ്പെട്ടത്. വിവരമറിഞ്ഞെത്തിയ പ്രദേശവാസികൾ ഉടൻ തന്നെ പരുക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. സിവിൽ ഡിഫൻസ് ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം 50ഓളം പലസ്തീൻ പൗരന്മാർക്ക് ജീവൻ നഷ്ടമായി. ഇന്നലെയുണ്ടായ ബോംബാക്രമണത്തിൽ ഭക്ഷണത്തിനായി കാത്തുനിന്ന 34 പേർ ഉൾപ്പെടെ 110 പേർ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. അതേസമയം ഗസ വെടിനിർത്തൽ കരാറിലുള്ള ചർച്ചകളിൽ പുരോഗതിയില്ലെന്നാണ് റിപ്പോർട്ടുകൾ. വെടിനിർത്തൽ കാലയളവിൽ ഗസയുടെ 1/3 പ്രദേശത്തിന്റെ നിയന്ത്രണം ഇസ്രായേൽ നിലനിർത്തുന്നതിനോട് യോജിക്കാനാകില്ലെന്ന് ഹമാസ് വ്യക്തമാക്കി. സൈനിക പിന്മാറ്റം സംബന്ധിച്ച് തിങ്കളാഴ്ച ഇസ്രായേൽ പുതിയ ഭൂപടം അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ബന്ദിമോചനം സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ പ്രതിഷേധം ശക്തമാണ്. ഇന്റർനാഷണൽ ഡെസ്ക് 24. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ 18 ദിവസം നീണ്ട ഗവേഷണങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ലയും സംഘവും നാളെ മടങ്ങും. ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 അൺഡോക്കിംഗ് ആരംഭിക്കാനാണ് തീരുമാനം. അൺഡോക്ക് ചെയ്തതിനു ശേഷം ഭൂമിയിലേക്കുള്ള പേടകത്തിന്റെ വരവ് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നാളെ ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനിൽ നിന്ന് ക്രൂ ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിന്റെ അൺഡോക്കിംഗ് പ്രക്രിയ ആരംഭിക്കും. സഞ്ചാരികളെ വഹിക്കുന്ന ക്രൂ ഡ്രാഗൺ പേടകം ഫ്ലോറിഡ തീരത്ത് പതിക്കുന്ന സമയത്തെ കാലാവസ്ഥയും മറ്റ് പല ഘടകങ്ങളും പരിശോധിച്ചതിനു ശേഷം മാത്രമേ അൺഡോക്കിംഗ് ആരംഭിക്കൂ. അൺഡോക്ക് ചെയ്യുന്ന സമയത്ത് അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷൻ ഭ്രമണപഥത്തിൽ നേരത്തെ നിശ്ചയിക്കപ്പെട്ട ഒരിടത്തെത്തിയിരിക്കണം. അൺഡോക്ക് ചെയ്തതിനു ശേഷം സ്പേസ് സ്റ്റേഷനിൽ നിന്ന് പരമാവധി അകലെയെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. തുടർന്ന് വായുസമ്മർദ്ദമില്ലാത്ത ട്രങ്ക് ഭാഗം പേടകത്തിൽ നിന്ന് വേർപെടും. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിക്കുമ്പോൾ 3800 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയെ പേടകത്തിന് അതിജീവിക്കേണ്ടതായി വരും. പേടകത്തിന്റെ കനത്ത ചൂടിനെ അതിജീവിക്കുന്ന താപകവചമാണ് ബഹിരാകാശ സഞ്ചാരികളെ സംരക്ഷിക്കുന്നത്. തുടർന്ന് കൺട്രോൾഡ് ലാൻഡിംഗ് ആരംഭിക്കുന്ന പേടകം ഫ്ലോറിഡ തീരത്തിനടുത്തുള്ള കടലിൽ പതിക്കും. കടലിൽ നിന്ന് പേടകത്തെ വീണ്ടെടുക്കാനുള്ള കപ്പൽ സജ്ജമായിരിക്കും. റിസർച്ച് ഡെസ്ക് 24. ഇന്ത്യയുടെ അഭിമാനമായ ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ള 4 സംഘാംഗങ്ങൾക്ക് ബഹിരാകാശ നിലയത്തിൽ ഔദ്യോഗിക യാത്രയയപ്പ് നൽകി. ദൗത്യത്തിന് പൂർണ്ണ പിന്തുണ നൽകിയ രാജ്യത്തിനും ജനങ്ങൾക്കും നന്ദി പറഞ്ഞായിരുന്നു ശുഭാംശുവിന്റെ വിടവാങ്ങൽ പ്രസംഗം. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഇന്ത്യ മറ്റെല്ലാ ദേശങ്ങളെക്കാളും മികച്ചതായി തോന്നുന്നുവെന്നും ശുഭാംശു ശുക്ല പറഞ്ഞു. And I would like to take this opportunity to thank my country and all their citizens for supporting this mission and me with all their hearts. And I would like to thank ISRO for making this happen. All the colleagues at ISRO who have worked tirelessly in developing all the protocols, the science and the outreach activities. The researchers back in India, the students who developed the outreach items that I carried. 41 साल पहले कोई भारतीय अंतरिक्ष में गए थे और उन्होंने हमें बताया था कि ऊपर से भारत कैसा दिखता है. और कहीं ना कहीं मुझे लगता है कि हम सब ये जानना चाहते हैं कि आज भारत कैसा दिखता है. मैं आपको बताता हूँ, मैं एक बार फिर से कह सकता हूँ कि आज का भारत अभी भी सारे जहाँ से अच्छा दिखता है. OICC മക്ക കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ഹജ്ജ് വോളണ്ടിയർമാരുടെ സമാപന സമ്മേളനം സംഘടിപ്പിച്ചു. കോൺഗ്രസ് നേതാവ് അൻവർ സാദത്ത് MLA ഉദ്ഘാടനം ചെയ്തു. OICC മക്ക പ്രസിഡന്റ് നൌഷാദ് പെരുന്തല്ലൂർ അധ്യക്ഷനായിരുന്നു. സ്വദേശി പ്രമുഖൻ യാസർ അഹമ്മദ് ബാബ്ഖി മുഖ്യാതിഥിയായിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി തൻസീർ കണ്ണനാകുഴി മുഖ്യപ്രഭാഷണം നടത്തി. ഷബീർ ചേളന്നൂർ, ഹബീബ് കോഴിക്കോട്, ഹക്കീം പാറക്കൽ, അസ്ഹാബ് വർക്കല തുടങ്ങിയവർ സംസാരിച്ചു. മുൻ നൈജീരിയൻ പ്രസിഡന്റ് മുഹമ്മദ് ബുഹാരി അന്തരിച്ചു. 83 വയസ്സായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് UK-യിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴാണ് ഇന്ന് വൈകിട്ട് അന്ത്യം സംഭവിച്ചത്. 1984-85 കാലയളവിൽ സൈനിക രാഷ്ട്രത്തലവനായി പ്രവർത്തിച്ച ബുഹാരി 2015 മുതൽ 2023 വരെ 2 തവണയായി നൈജീരിയയുടെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു. 6ാം തവണയും ഗൾഫ് അണ്ടർ-16 ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം സ്വന്തമാക്കി ബഹ്റൈൻ ദേശീയ ടീം. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെ
83-50 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് ബഹ്റൈൻ കിരീടം സ്വന്തമാക്കിയത്. എല്ലാ മത്സരങ്ങളിലും വിജയിച്ച ടീം സെപ്റ്റംബറിൽ മംഗോളിയയിൽ നടക്കാനിരിക്കുന്ന ഫിബ അണ്ടർ-16 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന് യോഗ്യത ഉറപ്പാക്കി. ഉമ്മുൽ ഹസം ബാസ്കറ്റ്ബോൾ ഫെഡറേഷൻ ഹാളിലായിരുന്നു ഫൈനൽസ്. സുപ്രീം കൗൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സിന്റെ ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാനും ജനറൽ സ്പോർട്സ് അതോറിറ്റി ചെയർമാനും ബഹ്റൈൻ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫയും ഫൈനൽ കാണാനെത്തിയിരുന്നു. OICC റിയാദ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന രുചിമേള പരിപാടിയുടെ ലോഗോ പ്രകാശനം നടന്നു. സെപ്റ്റംബർ 26-നാണ് പരിപാടി. കേരളത്തിലെ വിവിധ ജില്ലകളിലെ പരമ്പരാഗത ഭക്ഷണങ്ങളും തനതായ രുചികളും പരിചയപ്പെടുത്തുന്ന റിയാദിലെ മലയാളി വീട്ടമ്മമാരുടെ ഭക്ഷണ സ്റ്റാളുകൾ രുചിമേളയിലുണ്ടാകും. കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പാചക മത്സരവും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. പാലക്കാട് മണ്ണാർക്കാട് CPIM ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ പടക്കമെറിയാൻ പടക്കം വാങ്ങിച്ചു തന്നത് CPIM നേതാക്കൾ തന്നെയെന്ന് പ്രതി അഷ്റഫ് കല്ലടി 24-നോട്. DYFI ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജ് വെള്ളപ്പാടവും CPIM ലോക്കൽ സെക്രട്ടറി മൻസൂറുമാണ് ഇതിന് പിന്നിൽ. എന്നാൽ ആരോപണം ശ്രീരാജ് വെള്ളപ്പാടം നിഷേധിച്ചു. കൈയോടെ പിടിക്കപ്പെട്ടപ്പോൾ വല്ലതും വിളിച്ചു പറയുക എന്നാണ് പ്രതികരണം. ഇന്നലെയാണ് മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ അഷ്റഫ് പടക്കമെറിഞ്ഞത്. ജാമ്യത്തിലിറങ്ങിയ ശേഷമായിരുന്നു അഷ്റഫിന്റെ 24-നോടുള്ള പ്രതികരണം. ശ്രീരാജ് വെള്ളപ്പാടം എന്ന DYFI ബ്ലോക്ക് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മൻസൂറുമാണ് തന്നെ വെല്ലുവിളിച്ചത്. പടക്കം വാങ്ങിത്തന്നത് മൻസൂറാണ്. അപ്പോൾ നിങ്ങൾ അവിടെ പടക്കം പൊട്ടിച്ചില്ലേ, നിങ്ങൾ പടക്കം ചെയ്യാണ്ടെങ്കിൽ ഇവിടെ നിന്ന് പൊട്ടിച്ചളാറണം. ഞാൻ പറഞ്ഞു എന്തിനാ വെറുതെ നമ്മുടെ ഓഫീസിൻ്റെ മരത്തെ നമ്മൾ പൊട്ടിക്കുന്നത്, ആൾക്കാർക്ക് ഒരു അവസരം ഉണ്ടാക്കണം, ഈ പൊട്ടിച്ചോറണം. ഇവരെ ഇങ്ങനെ ചതിക്കാന്നുള്ളത് നമ്മളറിഞ്ഞില്ല. എന്നാൽ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് ശ്രീരാജ് വെള്ളപ്പാടം. ഇടക്കാലത്ത് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ മാത്രം പാർട്ടി നേതാക്കളെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോ അയാള് കയ്യോടെ പിടിക്കപ്പെട്ടത് കൊണ്ട് തടി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ചില ഗിമ്മിക്കുകൾ. കടുത്ത PK ശശി അനുകൂലിയായ അഷ്റഫ് കഴിഞ്ഞ ദിവസമാണ് വിദേശത്ത് നിന്ന് വന്നത്. ഫേസ്ബുക്കിലൂടെ നിരന്തരം CPIM നേതാക്കൾക്കെതിരെ ആക്ഷേപ പോസ്റ്റ് ഇടാറുമുണ്ട്. 24 പാലക്കാട്. കോൺഗ്രസ് വേദിയിൽ യൂത്ത് കോൺഗ്രസിനെതിരെ പരസ്യ വിമർശനവുമായി PJ കുര്യൻ. സമരം ചെയ്യുന്ന SFIയെ കണ്ടുപഠിക്കണമെന്നും മുതിർന്ന നേതാവിന്റെ ഉപദേശം. എന്നാൽ തെരുവിലെ സമരങ്ങളിൽ യൂത്ത് കോൺഗ്രസുകാരുണ്ടെന്ന് അതേ വേദിയിൽ കുര്യനെ തിരുത്തി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മറുപടി. മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ യൂത്ത് കോൺഗ്രസിന് പിന്തുണയുമായി എത്തി. ഇന്നലെ SFIയുടെ സമരം നിങ്ങൾ കണ്ടില്ലേ? യൂണിവേഴ്സിറ്റി ചെന്ന് അതാ അഗ്രസീവായ യൂത്തിനെ അവരവരുടെ കൂടെ നിർത്തുന്നു. നമുക്ക് അഗ്രസീവ് ഒന്നും വേണ്ട. ഒരു മണ്ഡലത്തിൽ 25 പേര് കൊണ്ടുവരും. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞത്, KPCC അധ്യക്ഷനെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കളെയും വേദിയിലിരുത്തിയായിരുന്നു DCC സംഘടിപ്പിച്ച സമരസംഗമത്തിൽ PJ കുര്യന്റെ രൂക്ഷ വിമർശനം. കുര്യന്റെ വിമർശനത്തിന് അതേ വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മറുപടി. ചെറുപ്പക്കാരില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെ ആലപ്പുഴ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ ക്രൂരമായി പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങുന്നു എന്ന വാർത്ത അവിടുന്ന് ആളുകൾ സഹപ്രവർത്തകർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, കുടുംബ സംഗമങ്ങളിൽ ചെറുപ്പക്കാരുടെ എണ്ണം ഒന്ന് കുറഞ്ഞെന്ന് വരും. പക്ഷേ ആ കുറയുന്ന ഒരെണ്ണവും തെരുവിൽ കുറയാതെ നോക്കുന്ന ബാധ്യത കൃത്യമായി വിജയ് അടക്കമുള്ള ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ സംസ്ഥാനത്തിനകത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നടത്തും. PJ കുര്യനെ തള്ളി മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രനും രംഗത്തെത്തി. വിയോജിപ്പുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസ് കുട്ടികളെ ചീത്ത വിളിച്ചല്ല അറിയിക്കേണ്ടതെന്ന് മുല്ലപ്പള്ളി. യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രം വേണ്ടത്ര കുര്യൻ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം ആ കുട്ടികളെ വിളിച്ചിട്ട് ഉപദേശിക്കല്ലാതെ ഒരു പരസ്യമായ ഒരു കമന്റ് ചെയ്ത് ശരിയായില്ല. PJ കുര്യനെതിരെ ഫേസ്ബുക്കിൽ പരോക്ഷ വിമർശനവുമായി രാഹുൽ വീണ്ടും രംഗത്തെത്തി. യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ വിജയ് ഇന്ദുചൂടനെ പോലീസ് കരുതൽ തടങ്കലിലെടുത്തതിന് പിന്നാലെയായിരുന്നു പോസ്റ്റ്. PJ കുര്യനെതിരെ ഒരു വിഭാഗം നേതാക്കൾ പാർട്ടിയെ അതൃപ്തി അറിയിച്ചതായാണ് വിവരം. 24 പത്തനംതിട്ട. കീം പരീക്ഷാഫലം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകി കേരള സിലബസ് വിദ്യാർത്ഥികൾ. പുനഃക്രമീകരിച്ച റാങ്ക് പട്ടിക റദ്ദാക്കണമെന്നാണ് ആവശ്യം. സുപ്രീം കോടതിയിലെ ഹർജി പ്രവേശന നടപടികളെ സങ്കീർണമാക്കില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു പറഞ്ഞു. ഈ മാസം 1 പ്രസിദ്ധീകരിച്ച കീം റാങ്ക് ലിസ്റ്റ് ഹൈക്കോടതി റദ്ദാക്കിയതോടെയാണ് കേരള സിലബസ് വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിലെത്തിയത്. പുനഃക്രമീകരിച്ച പരീക്ഷാഫലം റദ്ദാക്കണമെന്നാണ് പ്രധാന ആവശ്യം. മൗലികാവകാശങ്ങളുടെ നഗ്നമായ ലംഘനമെന്നും ഹർജിയിൽ ആരോപിച്ചു. നീതിപൂർണമായ മാർക്ക് ഏകീകരണ പ്രക്രിയ കൊണ്ടുവരണമെന്നും ഹർജിയിലുണ്ട്. സ്റ്റേറ്റ് ബോർഡിലെ സിലബസിൽ പഠിച്ച കുട്ടികളുടെ ആ സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികളുടെ
പ്രശ്നം, അവർക്കെതിരെ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ കാലങ്ങളായി അവർക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു നീതികേടിൻ്റെ വശം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ചൊവ്വാഴ്ച രാവിലെ ഇത് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ ഇത് മെൻഷൻ ചെയ്യും, അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മെൻഷൻ ചെയ്യും. സുപ്രീം കോടതിയിലെ ഹർജി പ്രവേശന നടപടികളെ സങ്കീർണമാക്കില്ലെന്ന് മന്ത്രി ആർ ബിന്ദു. വലിയ ഒരു അനീതി അതിൽ അന്തർലീനമായതായി കണ്ടപ്പോൾ അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിയത്. ഇല്ല, സങ്കീർണമാകാനുള്ള സാധ്യതയില്ല. CBSE വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് ന്യായമായ അവകാശമല്ലെന്നും കാലങ്ങളായി കേരള സിലബസ് വിദ്യാർത്ഥികൾ അവഗണന നേരിടുന്നുവെന്നും വിദ്യാർത്ഥികളും അധ്യാപകരും ആരോപിച്ചു. കേരള ഹൈക്കോടതിയിൽ നിന്ന് ഇത് അപ്പീൽ പോകുന്നില്ല എന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് ഞങ്ങൾക്ക് പോകാനുള്ള റൈറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്തായാലും ഫൈറ്റ് ചെയ്യും. ഒരു കുട്ടി അവൻ്റെ +2 പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടിയതിന് ശേഷം നീ കേരള സിലബസ് പഠിച്ചതാണ്, അതുകൊണ്ട് എന്തല്ല നിനക്ക് 27 മാർക്ക് കുറച്ചേ നീ അർഹനാവുള്ളൂ എന്ന് പറയുന്നത് ഏത് രീതിയിൽ പറയുകയാണെങ്കിലും അനീതി തന്നെയാണ്. അപ്പം അതിനെതിരെ എവിടെ വരെ പോകാൻ പറ്റും അത്രയും നമ്മൾ പോകും. ഹൈക്കോടതി വിധിക്ക് പിന്നാലെ സർക്കാർ പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. പുതിയ റാങ്ക് ലിസ്റ്റിൽ കേരള സിലബസിലെ നിരവധി വിദ്യാർത്ഥികളാണ് പിന്തള്ളപ്പെട്ടത്. 24 ഡൽഹി. സംസ്ഥാനത്തെ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന അഫ്ഗാൻ വിദ്യാർത്ഥികൾക്ക് മന്ത്രി വി ശിവൻകുട്ടിയുടെ സ്നേഹവിരുന്ന്. തിരുവനന്തപുരം ശ്രീകാര്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന 3 വിദ്യാർത്ഥികളും മാതാപിതാക്കളുമാണ് പ്രത്യേക ക്ഷണത്തിൽ മന്ത്രിമന്ദിരത്തിലെത്തിയത്. മുൻപ് ഒരു പരിപാടിക്കിടെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി ശ്രീകാര്യം സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന അഫ്ഗാൻ വിദ്യാർത്ഥികളെ കാണുന്നത്. മന്ത്രി തന്നെ അന്ന് കുട്ടികളെ ഔദ്യോഗിക വസതിയിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ റോസ് ഹൗസിലെത്തിയ കുട്ടികളെയും കുടുംബത്തെയും മന്ത്രിയുടെ ഭാര്യ പാർവതിയാണ് സ്വീകരിച്ചത്. രണ്ട് വർഷം കൊണ്ട് മലയാളം നന്നായി പഠിച്ച കുട്ടികൾ മന്ത്രിയോടും മലയാളത്തിൽ തന്നെ സംസാരിച്ചു. പിന്നാലെ മന്ത്രിയുടെ ചില ചോദ്യങ്ങളും കുട്ടികളുടെ മുന്നിലേക്ക്. കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. എത്രാം ക്ലാസ്സിലാ? എങ്ങനെയുണ്ട് സ്കൂള്? അവനോട് സുഖാണോ ചോദിച്ചു. നമ്മുടെ പ്രധാനമന്ത്രി ആരാ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നമ്മുടെ ചീഫ് മിനിസ്റ്റർ? എഡ്യൂക്കേഷൻ മിനിസ്റ്റർ? അഫ്ഗാൻ പൗരരായ ഷെഫീഖ് റഹീമി, സർഗോന റഹീമി ദമ്പതികൾ കേരള സർവകലാശാല കാരുവട്ടം ക്യാമ്പസിൽ ഗവേഷണത്തിനായിട്ടാണ് കേരളത്തിലെത്തിയത്. അവരുടെ 6 മക്കളിൽ 3 പേർ തിരുവനന്തപുരം ശ്രീകാര്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. മന്ത്രിയോടൊപ്പമുള്ള പ്രഭാത ഭക്ഷണശേഷം മന്ത്രിമന്ദിരവും ചുറ്റിക്കണ്ടാണ് കുടുംബം പിരിഞ്ഞത്. 24 തിരുവനന്തപുരം. കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് അന്നത്തെ ASP ആയിരുന്ന ഇപ്പോഴത്തെ DGP റവാഡ ചന്ദ്രശേഖരനെ രൂക്ഷമായി വിമർശിച്ച് പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിന്റെ രേഖ പുറത്ത്. റവാഡ ചന്ദ്രശേഖരനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടതായി രേഖ വ്യക്തമാക്കുന്നു. കൂത്തുപറമ്പ് വെടിവെപ്പിന് ശേഷം 1995 ജനുവരി 30 നടത്തിയ പ്രസംഗത്തിന്റെ രേഖയാണ് പുറത്തുവന്നത്. റവാഡ ചന്ദ്രശേഖരനെ സംസ്ഥാന പോലീസ് മേധാവിയാക്കിയതിനെ വിമർശിച്ച് P ജയരാജൻ രംഗത്ത് വന്നിരുന്നു. റവാഡ ചന്ദ്രശേഖർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് എതിരെയായിരുന്നു അന്ന് CPIM ആരോപണം ഉന്നയിച്ചിരുന്നത് എന്നായിരുന്നു P ജയരാജന്റെ ഓർമ്മപ്പെടുത്തൽ. തൊട്ടു പിന്നാലെ കൂത്തുപറമ്പ് വെടിവയ്പിൽ റവാഡ ചന്ദ്രശേഖറിന് പങ്കില്ലെന്ന കോടതി ഉത്തരവ് ഉയർത്തിക്കാട്ടി CPIM-ഉം മുഖ്യമന്ത്രിയും വിമർശനങ്ങളെ പ്രതിരോധിച്ചു. എന്നാൽ P ജയരാജന്റെ വാദം ശരിവയ്ക്കുന്നതാണ് നിയമസഭാ രേഖ. അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി പിണറായി വിജയൻ നടത്തിയ പ്രസംഗത്തിൽ അന്ന് ASP ആയിരുന്ന റവാഡ ചന്ദ്രശേഖറിനെ കടന്നാക്രമിക്കുന്നു. തലശ്ശേരി ASP റവാഡ ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ പോലീസ് സമരക്കാരെ അടിച്ചും എറിഞ്ഞും ഒതുക്കിക്കൊണ്ടിരുന്നു എന്ന് തുടങ്ങുന്ന ഒരു പത്ര റിപ്പോർട്ട് ഉദ്ധരിച്ചാണ് പിണറായി വിജയൻ പ്രസംഗം ആരംഭിച്ചത്. വെടിവെപ്പിന് ഉത്തരവാദിയായ മന്ത്രിയെ മന്ത്രിസഭയിൽ നിന്നൊഴിവാക്കി കൊലക്കുറ്റത്തിന് കേസെടുക്കണം. കൂടാതെ കൊലയ്ക്ക് കാരണക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ ASP റവാഡ ചന്ദ്രശേഖർ, മന്ത്രിക്കൊപ്പം ഗൂഢാലോചന നടത്തി നേതൃത്വം കൊടുത്ത ഹക്കീം ബത്തേരി എന്നീ 2 പേരെയും സസ്പെൻഡ് ചെയ്ത് കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും പിണറായി വിജയൻ പ്രസംഗിച്ചു. സംഭവത്തിൽ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് നൽകിയത് റവാഡ ചന്ദ്രശേഖർ ആണെന്നും പിണറായി വിജയൻ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് 24. 3 മാസം പ്രായമുള്ള നായക്കുട്ടിയുടെ മുഖത്ത് രാസവസ്തു ഒഴിച്ചു പൊള്ളിച്ചു ക്രൂരത.
എറണാകുളം മോനിപ്പള്ളി സ്വദേശിയുടെ നായക്കുട്ടിയോടാണ് അയൽവാസി ക്രൂരത കാട്ടിയതായി പരാതി ഉയർന്നത്. നായക്കുട്ടിയുടെ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയും ആന്തരികാവയവങ്ങളെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്തു. കണ്ണില്ലാത്ത ക്രൂരതയാണ് 3 മാസം പ്രായമുള്ള ഈ കുഞ്ഞു നായക്കുട്ടിക്ക് നേരിടേണ്ടി വന്നത്. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് നായക്കുട്ടിയുടെ ശരീരത്തിൽ രാസവസ്തു ഒഴിച്ചു എന്നാണ് മോനിപ്പള്ളി സ്വദേശി നയനയുടെ പരാതി. രാസവസ്തു കണ്ണിൽ വീണതോടെ നായക്കുട്ടിയുടെ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടമായി. രാസവസ്തു ശരീരത്തിനകത്തെത്തിയതോടെ നായയുടെ ആന്തരികാവയവങ്ങൾക്കും ഗുരുതര പരിക്കേറ്റെന്നും പുത്തൻകുരിശ് പോലീസിൽ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടക്കുന്നതായും ഇരു കക്ഷികളോടും സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടതായും പോലീസും പറഞ്ഞു. 24 കൊച്ചി. MDMA-യുമായി പിടിയിലായ യൂട്യൂബർ റിൻസി മുംതാസുമായി ബന്ധമുള്ള സിനിമാ താരങ്ങളിലേക്കും അന്വേഷണം നീളുന്നു. റിൻസിയെ നിരന്തരം ഫോണിൽ വിളിച്ച 4 സിനിമാ താരങ്ങളോട് വിവരങ്ങൾ തേടി പോലീസ്. സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയാണ് റിൻസിയെ വിളിച്ചതെന്നാണ് 3 നടന്മാർ അറിയിച്ചത്. റിൻസിയുമായി സൗഹൃദമുണ്ടെന്ന് ഒരു നടിയും പോലീസിനോട് പറഞ്ഞു. ലഹരി കച്ചവട കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ റിൻസി മുംതാസുമായി ബന്ധമുള്ള സിനിമാ താരങ്ങളിലേക്കും അന്വേഷണം വ്യാപിക്കുകയാണ്. റിൻസിയുടെ ഫോണിൽ കഴിഞ്ഞ 6 മാസമായി വിളിച്ചവരെയാണ് പോലീസ് ബന്ധപ്പെട്ടത്. ഇത്തരത്തിൽ 30 പേരുടെ പട്ടികയും പോലീസ് തയ്യാറാക്കി. പോലീസ് വിളിച്ചപ്പോൾ സിനിമാ പ്രൊമോഷന് വേണ്ടിയാണ് റിൻസിയെ വിളിച്ചതെന്നായിരുന്നു 3 നടന്മാരുടെ പ്രതികരണം. കേസിൽ റിൻസിയെ കസ്റ്റഡിയിൽ ലഭിക്കാൻ പോലീസ് നാളെ കോടതിയെ സമീപിക്കും. അതേസമയം റിൻസിയുമായി വലിയ സാമ്പത്തിക ഇടപാട് നടത്തിയ കോഴിക്കോട് സ്വദേശിയെ കേന്ദ്രീകരിച്ചും അന്വേഷണം വ്യാപിപ്പിച്ചു. ഈ പണമിടപാട് ലഹരി കച്ചവടത്തിനായിരുന്നു എന്നതാണ് പോലീസ് പരിശോധിക്കുന്നത്. റിൻസിയുടെ ഫോണിൽ നിന്ന് ചില ഫോൺ കോൾ റെക്കോർഡിംഗുകൾ ഡിലീറ്റ് ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് വീണ്ടെടുക്കാൻ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനും പോലീസ് തീരുമാനിച്ചു. എസ് ശ്യാംകുമാർ, 24 കൊച്ചി. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.